കേരളക്കരയുടെ സാഹിത്യപ്പെരുമയെ തലയെടുപ്പോടെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച അക്ഷരങ്ങളുടെ രാജകുമാരൻ യാത്രയായി. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖർ കണ്ണീരണിഞ്ഞ് മലയാള സാഹിത്യ ലോകത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. വിട പറഞ്ഞയക്കുന്നത് സാധാരണ മനുഷ്യരെയാണ്. വിട പറയാൻ മനസ്സില്ല സാർ, ക്ഷമിക്കുക. ഉലകനായകൻ കമലഹാസൻ പങ്കുവച്ച ഓഡിയോ സന്ദേശത്തിലെ വാക്കുകളാണിവ. മലയാളത്തിന്റെ പ്രിയ എംടിയെക്കുറിച്ച് വികാരനിർഭരമായി സംസാരിച്ച നടൻ കമലഹാസൻ എംടിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വലിപ്പം മനസ്സിലായിരുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇന്നാണെങ്കിൽ നിർമാല്യം പോലെയൊരു ചിത്രമെടുക്കാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല എന്നൊരിക്കൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന മാറിവരുന്ന ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടി കൂടിയായിരുന്നുവെന്നും പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതി തന്നെ മതിയാകും അദ്ദേഹത്തിന്റെ ഈ പുരോഗമനോന്മുഖ സ്വഭാവം തിരിച്ചറിയാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എംടി തലമുറകളെ രൂപപ്പെടുത്തിയ രചനകളുടെ കർത്താവാണെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. മലയാളത്തിന്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രിയപ്പെട്ട എംടി സാറിന് എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക? മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ എന്റെ മനസ്സിലെന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എംടി നമുക്ക് ശേഷവും ജീവിക്കുമെന്നും വിട പറയാൻ മനസ്സില്ലെന്നും കമൽഹാസൻ. എംടിക്കൊപ്പം വിജയിച്ചത് മലയാള സാഹിത്യവും സിനിമയുമാണെന്നും കമൽഹാസൻ പറഞ്ഞു. നോവലിസ്റ്റ്, എഡിറ്റർ, സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന് എല്ലാ രംഗങ്ങളിലും വിജയിച്ച എഴുത്തുകാരനാണ് വാസുദേവൻ സാർ. വിജയിച്ചത് അദ്ദേഹം മാത്രമല്ല, മലയാളികളും മലയാള എഴുത്തു ലോകവും സിനിമയുമാണ്. വിട പറഞ്ഞ് അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ്. MT സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും പല 100 വർഷങ്ങൾ നമ്മുടെ കൂടെ നമുക്ക് ശേഷം ജീവിച്ചിരിക്കും. വിട പറയാൻ മനസ്സില്ല സാറേ, ക്ഷമിക്കുക. തന്നെ